RSSനെതിരെ നിലപാട് കടുപ്പിച്ച കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഖാർഗെ RSSന്റെ സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഇളവ് നൽകുന്ന നിയമം ഏതാണെന്ന് വ്യക്തമാക്കണമെന്നും അതിനുള്ള തെളിവുകളും രേഖകളുമായി തന്റെ ഓഫീസിലേക്ക് വരണമെന്നും അദ്ദേഹം സംഘടനയെ വെല്ലുവിളിച്ചു. ബാംഗ്ലൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രിയങ്ക ഖാർഗെ നിലപാട് വ്യക്തമാക്കിയത്. സംഘടനയുടെ നിയമപരമായ പദവി പരിശോധിക്കുന്നതിനായി ബംഗളൂരുവിലെ RSS ആസ്ഥാനമായ കേശവകൃപ സന്ദർശിക്കാൻ താൻ തയ്യാറാണെന്നും അതല്ലെങ്കിൽ ആവശ്യമായ രേഖകളുമായി തന്റെ ഓഫീസിലേക്ക് വരാൻ RSS നേതാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. RSS എന്നെ അവരുടെ കേശവകൃപ ആസ്ഥാനത്തേക്ക് ക്ഷണിക്കട്ടെ. സർക്കാരിന് കണക്ക് ബോധിപ്പിക്കുന്നതിൽ നിന്നും രജിസ്ട്രേഷനിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള നിയമം ഏതാണെന്ന് അവർ എനിക്ക് കാണിച്ചു തരട്ടെ. അല്ലെങ്കിൽ അവർ രേഖകളുമായി എന്റെ ഓഫീസിലേക്ക് വരട്ടെ. ഭരണഘടനാപരമായ വ്യവസ്ഥകളിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് ഇളവ് ലഭിക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഞാൻ അത് പരിശോധിക്കാം. എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. അതല്ലെങ്കിൽ അവർ ചട്ടങ്ങൾ പാലിച്ച് തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകണം. പ്രിയങ്ക ഖാർഗെ പറയുന്നു. ഒരു തെരുവ് കച്ചവടക്കാരന് വരെ ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമായ ക്ഷേത്രങ്ങൾക്കും ദൈവങ്ങൾക്കും വരെ ലഭിക്കുന്ന ഓരോ സംഭാവനയ്ക്കും കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുന്ന ഈ രാജ്യത്ത് RSSന് മാത്രം എങ്ങനെയാണ് ഇളവ് ലഭിക്കുന്നതെന്ന് മന്ത്രി ചോദിച്ചു. അവർ നിയമങ്ങൾക്ക് മുകളിലാണെന്നാണോ കരുതുന്നതെന്നും അദ്ദേഹം ചോദ്യമുയർത്തി. RSS തങ്ങളെ വെറും ഒരു വ്യക്തികളുടെ കൂട്ടായ്മ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളതെന്നും ബാംഗ്ലൂർ ക്ലബ്ബും ഇതുപോലെ വ്യക്തികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണെന്നും ഖാർഗെ പരിഹസിച്ചു. RSS മേധാവി മോഹൻ ഭാഗവത് മുൻപ് നടത്തിയ ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ചായിരുന്നു ഖാർഗെയുടെ പരാമർശം. തങ്ങളെ വ്യക്തികളുടെ കൂട്ടായ്മയാണ് തരംതിരിച്ചിട്ടുള്ളതെന്നും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഗുരുദക്ഷിണയായി ലഭിക്കുന്ന തുകയെ ആദായ നികുതിയിൽ നിന്ന് കോടതി ഒഴിവാക്കി നൽകിയിട്ടുണ്ടെന്നും മുൻപ് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. അതേസമയം പ്രിയങ്ക ഖാർഗെയുടെ നിലപാടിനെതിരെ BJP മുതിർന്ന നേതാവ് CT രവി രംഗത്തെത്തി. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും RSSനെ നിരോധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ CT രവിക്ക് ചരിത്രം അറിയില്ലെന്നായിരുന്നു ഖാർഗെയുടെ മറുപടി. സംഘടന നിരോധിച്ചപ്പോൾ RSS നേതാക്കൾ നെഹ്റുവിന്റെയും സർദാർ പട്ടേലിന്റെയും കാൽക്കൽ വീണെന്നും ഇന്ദിരാഗാന്ധി RSS നിരോധിച്ചപ്പോൾ അന്നത്തെ സർസംഘ ചാലക് അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് പ്രശംസാ കത്ത് എഴുതിയെന്നും ഖാർഗെ തിരിച്ചടിച്ചു. കർണാടകയിൽ RSS പോലുള്ള സംഘടനകളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിനായി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് പ്രിയങ്ക ഖാർഗെ മുൻപും വ്യക്തമാക്കിയിരുന്നു.